വ്യക്തി വിവേകത്തിന്റെ കർത്താവ് ആരാണ്? ഉത്തരം മഹിമ പട്ടൻ. ഹരിത രാമായണം രചിച്ചത് ആരാണ്? ഉത്തരം വി.ടി. ജയദേവൻ. ജുറാസിക് പാർക്ക് എന്ന സ്റ്റീവൻ സ്പിൽബർഗ് ചിത്രം അതേ പേരിൽ രചിച്ച ഒരു നോവലിനെ ആസ്പദമാക്കി നിർമ്മിച്ചതാണ്. പ്രശസ്തമായ നോവൽ രചിച്ചത് ആരാണ്? ഉത്തരം മൈക്കൽ ക്രിപ്റ്റൺ. പുരാണത്തിൽ യമധർമ്മൻ മനുഷ്യരുടെ ഗുണദോഷങ്ങൾ ഏതു പുസ്തകത്തിലാണ് എഴുതി വച്ചിട്ടുള്ളത്? ഉത്തരം അഗ്രസന്ധാനി. കേരളത്തിലെ പ്രളയബാധിതരെ സഹായിക്കാനായി കേരള സാഹിത്യ അക്കാദമി പുറത്തിറക്കിയ പുസ്തകം? ഉത്തരം പ്രളയാക്ഷരങ്ങൾ. പത്മശ്രീ പുരസ്കാരം നേടിയ ആദ്യ ട്രാൻസ്ജെൻഡർ? ഉത്തരം നർത്തകി നടരാജ്. കേരളത്തിലെ ആഫ്രിക്ക ആരുടെ കൃതിയാണ്? ഉത്തരം കെ പാനൂർ. ക്രാന്തദർശികൾ രചിച്ചത് ആരാണ്? ഉത്തരം എസ് ഗുപ്തൻ നായർ. ബുദ്ധൻ പിറന്ന നാട്ടിൽ ആരുടെ യാത്രാ വിവരണമാണ്? ഉത്തരം കെ എൽ മോഹനവർമ്മ. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം ആദ്യം പ്രസിദ്ധീകരിച്ച കൃതി ഏതാണ്? ഉത്തരം തകഴിയുടെ കഥകൾ. ഹൃദയവും ഞാനും, ഗ്രഹപാഠം, ഉപജന്മം എന്നീ കൃതികൾ ആരുടേതാണ്? ഉത്തരം ടി വി കൊച്ചുബാവ. നാടക ട്രൂപ്പായ കാളിദാസ കലാകേന്ദ്രത്തിന്റെ സ്ഥാപകൻ? ഉത്തരം ഒ മാധവൻ. ഭാഷാ കൗടില്യം കണ്ടെത്തി പ്രസിദ്ധീകരിച്ചത് ആരാണ്? ഉത്തരം കെ എൻ എഴുത്തച്ഛൻ. പരീക്ഷ എന്ന നാടകം രചിച്ചത് ആരാണ്? ഉത്തരം ടി എൻ ഗോപിനാഥൻ നായർ. ദി ക്യാച്ചർ ഇൻ ദ റൈ എന്ന കൃതിയിലൂടെ ലോക പ്രശസ്തനായ അമേരിക്കൻ എഴുത്തുകാരൻ ആരാണ്? ഉത്തരം ജെ ഡി സാലിംഗർ. ഷോർട്ട് ഹിസ്റ്ററി ഓഫ് വേൾഡ് എന്ന ഗ്രന്ഥവും ശാസ്ത്ര നോവലുകളായ ദി ടൈം മെഷീൻ, ദി വാർ ഓഫ് ദി വേൾഡ് എന്നീ കൃതികളും രചിച്ച ഗ്രന്ഥകാരൻ? ഉത്തരം എച്ച് ജി വൈൽസ്. കമ്മ്യൂണിസത്തെ പരിഹസിച്ചുകൊണ്ട് ജോർജ് ഓർവെൽ എഴുതിയ നോവൽ ഏതാണ്? ഉത്തരം അനിമൽ ഫാം. ചിത്രമെഴുത്ത് തമ്പുരാന്റെ കഥ രാജാ രവിവർമ്മ എന്ന നോവലിലൂടെ ആഖ്യാനം ചെയ്തത് ആരാണ്? ഉത്തരം രഞ്ജിത്ത് ദേശായി. ഒരു നായയെ കേന്ദ്ര കഥാപാത്രമാക്കി പരിണാമം എന്ന നോവൽ രചിച്ചത് ആരാണ്? ഉത്തരം എം പി നാരായണപിള്ള. എഴുതിയപ്പോൾ കരഞ്ഞുപോയ കഥ എന്ന് എം ടി പറയുന്ന കഥ? ഉത്തരം നിന്റെ ഓർമ്മയ്ക്ക്. ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളത്തിൽ സാക്ഷരരാക്കുന്ന സാക്ഷരതാ മിഷൻ പദ്ധതി ഏതാണ്? ഉത്തരം ചങ്ങാതി. ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച സിസ്റ്റർ ജസ്മിയുടെ ആത്മകഥ? ഉത്തരം ആമീൻ. ബോസ് എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ? ഉത്തരം ചാൾസ് ഡീക്കൻസ്. കുട്ടികൾക്കായി പറയപ്പെട്ട പന്തിരുകുലം നോവൽ രൂപത്തിൽ രചിച്ചത് ആരാണ്? ഉത്തരം പി നരേന്ദ്രനാഥ്. പുരാണ കഥകൾക്ക് ആധുനിക പശ്ചാത്തലത്തിൽ പുതിയ വ്യാഖ്യാനം നൽകി അവതരിപ്പിച്ച പുഷ്പവൃഷ്ടി എന്ന നാടകത്തിന്റെ രചയിതാവ് ആരാണ്? ഉത്തരം തിക്കോടിയൻ. സാഹിത്യ വാരഫലം എന്ന പ്രസിദ്ധമായ സാഹിത്യ പംക്തി തയ്യാറാക്കിയിരുന്ന സാഹിത്യകാരൻ? ഉത്തരം എം കൃഷ്ണൻ നായർ. ജീവിതത്തിന്റെ ഏറിയ ഭാഗവും ചൈനയിൽ ചിലവഴിച്ച് ഒരു അമേരിക്കൻ നോവലിസ്റ്റാണ് സാഹിത്യത്തിന് നൊബേൽ സമ്മാനം നേടിയ ആദ്യ അമേരിക്കൻ വനിത. ആരാണ് അവർ? ഉത്തരം പേളസ് ബക്ക്. കേളി സൗധം എന്ന ചെറുകഥാ സമാഹാരം രചിച്ചത് ആരാണ്? ഉത്തരം ഇ വി കൃഷ്ണപിള്ള. ഒ ഹെൻറി എന്ന സാഹിത്യകാരന്റെ യഥാർത്ഥ പേര്? ഉത്തരം വില്യം സിഡ്നി പോർട്ടർ. ദി ഫ്രൂട്ട്സ് ഓഫ് ഫിലോസഫി എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഉത്തരം ആനി ബെസൻ. ത്രിലോക സഞ്ചാരി എന്ന നാമത്തിൽ ഫലിത ലേഖനങ്ങൾ എഴുതിയത് ആരാണ്? ഉത്തരം ഇ വി കൃഷ്ണപിള്ള. ഡേവിഡ് കോപ്പർഫീൽഡ്, ഒലിവർ ട്വിസ്റ്റ് എന്നീ നോവലുകൾ എഴുതിയ സാഹിത്യകാരൻ ആരാണ്? ഉത്തരം ചാൾസ് ഡീക്കൻസ്. റെഡ് ഇന്ത്യൻ മൂപ്പനായ സിയാറ്റിൻ മൂപ്പന്റെ പ്രശസ്തമായ കൃതി? ഉത്തരം നിങ്ങൾ നിങ്ങൾക്ക് ഭൂമി വിറ്റാൽ.
മലയാളത്തിലെ ആദ്യ രാഷ്ട്രീയ നോവലായ പാറപ്പുറം രചിച്ചത് ആരാണ്? ഉത്തരം കെ നാരായണക്കുരുക്കൾ. അരുന്ധതി റോയ്ക്ക് ബുക്കർ പ്രൈസ് നേടിക്കൊടുത്ത നോവൽ ഏതാണ്? ഉത്തരം ദി ഗോഡ് ഓഫ് സ്മാൾ തിങ്സ്. മലാലയുടെ ജീവിത കഥ പറയുന്ന സിനിമ? ഉത്തരം ഗുൽമഗായ്. സംവിധായകൻ അംജദ് ഖാൻ. സസ്പെൻസുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന പ്രശസ്ത എഴുത്തുകാരി ആരാണ്? ഉത്തരം മേരി ഹിഗ്ലിൻസ് ക്ലാർക്ക്. എ സ്ട്രേഞ്ചർ ഈസ് വാച്ചിങ്, ഡാഡീസ് ലിറ്റിൽ ഗേൾ എന്നിവയാണ് മേരി ഹിഗ്ലിൻസിന്റെ പ്രധാന കൃതികൾ. കണ്ടൽ കാടുകൾക്കിടയിലെ ജീവിതം എഴുതിയത് ആരാണ്? ഉത്തരം കല്ലിൻ പുക്കൂടൻ. മാർട്ടിൻ ഏഡൻ എന്ന ആത്മകഥാപരമായ നോവലിലൂടെ പ്രശസ്തനായ അമേരിക്കൻ സാഹിത്യകാരൻ? ഉത്തരം ജാക്ക് ലണ്ടൻ. മലയാളത്തിലെ ആദ്യകാല ഉപന്യാസ സമാഹാരമായ മംഗളമാല പ്രസിദ്ധീകരിച്ചത് ആരാണ്? ഉത്തരം അപ്പൻ തമ്പുരാൻ. ദി വൈറ്റ് കമ്പനി എന്ന ചരിത്ര നോവൽ എഴുതിയത് വിശ്വപ്രസിദ്ധനായ ഒരു കുറ്റാന്വേഷണ കഥാകൃത്താണ്. അദ്ദേഹത്തിന്റെ പേര് എന്താണ്? ഉത്തരം സർ ആർതർ കോനൻ ഡോയൽ. വിശ്വരൂപം എന്ന പ്രസിദ്ധമായ നാടകത്തിന്റെ ശില്പി? ഉത്തരം സുരാസു. മലയാളത്തിലെ ആദ്യകാല സിനിമാ മാസികയായ ഫിലിം നാദത്തിന്റെ പത്രാധിപർ? ഉത്തരം സി വി വാസുദേവ പിള്ള. അനുഭവങ്ങൾ അഭിമതങ്ങൾ ആരുടെ ആത്മകഥയാണ്? ഉത്തരം എൻ കൃഷ്ണപിള്ള. ദാർശനിക കൃതിയായ ബ്രഹ്മസൂത്ര ഭാഷ്യം ആരുടേതാണ്? ഉത്തരം ശങ്കരാചാര്യർ. സംസ്കൃത നാടകത്തിന്റെ പിതാവ്? ഉത്തരം ഭാസൻ. സ്വന്തം താല്പര്യങ്ങൾക്കായി ചെകുത്താനും വേദമോദം എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം ഷേക്സ്പിയർ. പ്രാചീന തമിഴ് കാവ്യമായ മണിമേഖല രചിച്ചത് ആരാണ്? ഉത്തരം ചാത്തനാർ. രസഗംഗാധരം ആരുടെ കൃതിയാണ്? ഉത്തരം ജഗന്നാഥ പണ്ഡിതൻ. മാർ ക്രിസോസ്റ്റോ മെത്രോപൊലിത്തയുടെ ഫലിതങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം തിരുഫലിതങ്ങൾ. റസ്കിൻ രചിച്ച അൺ ടു ദി ലാസ്റ്റ് ഏതു പേരിലാണ് ഗാന്ധിജിയെ വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിച്ചത്? ഉത്തരം സർവോദയ. കന്നഡ ചെറുകഥയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി? ഉത്തരം മാസ്തി വെങ്കടാശ്വര അയ്യങ്കാർ. മരുഭൂമികൾ ഉണ്ടാകുന്നത് എന്ന കൃതി ആരുടേതാണ്? ഉത്തരം ആനന്ദ്. സഫലം കലാപഭരിതം ആരുടെ കൃതിയാണ്? ഉത്തരം KPP നമ്പ്യാർ. കൈനിക്കര കുമാരപിള്ള രചിച്ച നാടകം ഏതാണ്? ഉത്തരം കാൽവരിയിലെ കൽപ്പപാദം. വാൽമീകി രാമായണത്തിൽ എത്ര ശ്ലോകങ്ങൾ ഉണ്ട്? ഉത്തരം 500 സർഗങ്ങളിലായി 24,000 ശ്ലോകങ്ങൾ. മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യത്തെ നോവൽ എന്ന ഗണത്തിലാണ് ഇത് അറിയപ്പെടുന്നത്. ഏതാണ് ഈ നോവൽ? ഉത്തരം ഒ ചന്തുമേനോന്റെ ഇന്ദുലേഖ. ബ്ലാക്ക് സ്റ്റേജ് ദി സ്റ്റോറി ബിഹൈൻഡ് ഇന്ത്യാസ് ഹൈ ഗ്രോത്ത് ഇയേഴ്സ് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഉത്തരം മൊണ്ടേങ് സിംഗ് അലുവാലിയ. വൃദ്ധനായ ഒരു കരീബിയൻ സ്വേച്ഛാധിപതിയെ നായകനാക്കി ലാറ്റിൻ അമേരിക്കൻ നോവലിസ്റ്റായ ഗബ്രിയേൽ ഗാർസിയ മാർക്കോസ് എഴുതിയ നോവൽ? ഉത്തരം കുലാധിപതിയുടെ ഹേമന്തം. ഇന്ത്യയിലെ തന്റെ ബാല്യകാല ജീവിതത്തെ അടിസ്ഥാനമാക്കി റഡ്യാർഡ് കിപ്ലിംഗ് രചിച്ച നോവൽ? ഉത്തരം കിം. കേരള ലളിതകലാ അക്കാദമി പ്രസിദ്ധീകരിക്കുന്ന ആനുകാലികം? ഉത്തരം ചിത്രവാർത്ത. ക്ഷേത്ര വാസ്തുശില്പവിദ്യയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഗ്രന്ഥം? ഉത്തരം തന്ത്രസമുച്ചയം. പള്ളിക്കും പൗരോഹിത്യത്തിനുമെതിരെ ശബ്ദമുയർത്തിയ കഥാകാരൻ? ഉത്തരം പൊൻകുന്നം വർക്കി. OV വിജയന്റെ സഹോദരി പ്രശസ്ത സാഹിത്യകാരിയാണ്. ആരാണ് അവർ? ഉത്തരം OV ഉഷ. കലാപം വിവാദം വിലയിരുത്തൽ എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം KP അപ്പൻ. KT മുഹമ്മദിന്റെ ആദ്യ കഥ? ഉത്തരം കണ്ണുകൾ.
കുറ്റവും ശിക്ഷയും എഴുതിയത് ആരാണ്? ഉത്തരം ഫയദോർ ദസ്തയോവസ്കി. ബുദ്ധമതത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥം? ഉത്തരം ത്രിപീഡിക്. നർത്തകി നടരാജ് ഏത് കലയിലാണ് പ്രശസ്തമായത്? ഉത്തരം ഭരതനാട്യം. പശ്ചിമഘട്ടത്തിലെ ജൈവ വൈവിധ്യം എന്ന വിജ്ഞാന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഉത്തരം ബെന്നി കുര്യൻ. കെ.എം. മാത്യു ഏത് രംഗത്ത് പ്രശസ്തനായിരുന്നു? ഉത്തരം പത്രപ്രവർത്തനം. മഹാഭാരതത്തിന്റെ നിരൂപണ രൂപത്തിലുള്ള കൃതിയാണ് ഭാരത പര്യടനം. ആരാണ് ഇത് രചിച്ചത്? ഉത്തരം കുട്ടിക്കൃഷ്ണ മാരാർ. സ്പൈസസ് ബോർഡ് പ്രസിദ്ധീകരിക്കുന്ന മാസിക? ഉത്തരം സ്പൈസ് ഇന്ത്യ. വണ്ടിപ്പറമ്പന്മാർ എന്ന നോവലിന്റെ സൃഷ്ടാവ്? ഉത്തരം വി.ടി. നന്ദകുമാർ. ഡോക്ടർ എന്ന പ്രശസ്ത നാടകം രചിച്ചത് ആരാണ്? ഉത്തരം വൈക്കം ചന്ദ്രശേഖരൻ നായർ. മാണിക്യവീണ രചിച്ചത് ആരാണ്? ഉത്തരം വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. ബാണഭട്ടന്റെ പുരാതനമായ കൃതി? ഉത്തരം കാദംബരി. വാർമഹൽ രചിച്ചത് ആരാണ്? ഉത്തരം ഗുരുനാനാക്ക്. കാവ്യദർശനം എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഉത്തരം ദണ്ഡി. കവികളെയും ഗായകരെയും തന്റെ സദസ്സിൽ നിന്നും പുറത്താക്കിയ ചക്രവർത്തി? ഉത്തരം ഔറംഗസേബ്. കേരള സംഗീത നാടക അക്കാദമി പ്രസിദ്ധീകരിക്കുന്ന മാസിക? ഉത്തരം കേളി. മുൻ കർണാടക മുഖ്യമന്ത്രി വീരപ്പ മൊയ്ലിയുടെ നോവൽ? ഉത്തരം കൊട്ട. നൊബേൽ സമ്മാനവും ഓസ്കാർ അവാർഡും നേടിയ ഏക വ്യക്തി? ഉത്തരം ബർണാഡ് ഷാ. ത്രിലോക സഞ്ചാരി എന്നറിയപ്പെട്ട മലയാള സാഹിത്യകാരൻ? ഉത്തരം ഇ.വി. കൃഷ്ണപിള്ള. ആദ്യ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയത് ആരാണ്? ഉത്തരം 1969 ദേവിക റാണി. പവിഴമല്ലികൾ പൂക്കുമ്പോൾ എന്ന നോവൽ രചിച്ചത് ആരാണ്? ഉത്തരം തസ്ലീമ നസ്രീൻ. താരാശങ്കർ ബാനർജിയുടെ ബംഗാളി നോവലായ ആരോഗ്യനികേതനം മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്തത് ആരാണ്? ഉത്തരം നിലീന എബ്രഹാം. ഏലിയാസ് കനേറ്റിയുടെ ഏത് നോവലിലാണ് നായകനായ ഡോക്ടർ പീറ്റർ കീൻ തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുന്നത്? ഉത്തരം ദി ബ്ലെൻഡുങ്ങിൽ. ആരാണ് പ്രസിദ്ധമായ പഞ്ചരത്ന കീർത്തനങ്ങൾ രചിച്ചത്? ഉത്തരം ത്യാഗരാജസ്വാമികൾ. ഉജ്ജീവനം എന്ന ആനുകാലികത്തിന്റെ പത്രാധിപരായിരുന്ന സാഹിത്യകാരൻ? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. തെരുവിൽ അജ്ഞാതനായി മരിച്ച നാടക പ്രവർത്തകനും സിനിമാ താരവുമായ സാഹിത്യകാരൻ ആരാണ്? ഉത്തരം സുരാസു. എന്റെ കർണൻ എന്ന നോവലിന്റെ കർത്താവ്? ഉത്തരം വി.ടി. നന്ദകുമാർ. കുന്താപ്പേ ഗുലുഗുലു എന്ന നാടകം രചിച്ച തുപ്പേട്ടന്റെ യഥാർത്ഥ നാമം? ഉത്തരം സുബ്രഹ്മണ്യൻ നമ്പൂതിരി. ഭർതൃഹരിയുടെ പ്രസിദ്ധമായ ഖണ്ഡകാവ്യം ഏതാണ്? ഉത്തരം നേതി ശതകം. ശിവാജി സാവന്തിന്റെ പ്രശസ്തമായ നോവൽ? ഉത്തരം കർണൻ. സാത്താനിക് വേഴ്സസ് ദി മോർസ് ലാസ്റ്റ് എന്നീ വിവാദ നോവലുകളുടെ രചയിതാവ്? ഉത്തരം സൽമാൻ റുഷ്ദി. എം.ടി. വാസുദേവൻ നായർ എഴുതിയ നാടകത്തിന്റെ പേര് എന്താണ്? ഉത്തരം ഗോപുരനടയിൽ. ഇന്ത്യൻ സിനിമയുടെ പിതാവ്? ഉത്തരം ദ്യൂതരാജ് ഗോവിന്ദ് ഫാൽക്കെ. റോഹിംഗ്യൻ അഭയാർത്ഥികളുടെ കഥ പറയുന്ന സിനിമ? ഉത്തരം കാറ്റ് കടൽ അതിരുകൾ. ഒരു പുളി മരത്തിന്റെ കഥ ആരുടെ നോവലാണ്? ഉത്തരം സുന്ദര രാമസ്വാമി. ഉജ്ജയിനിയിലെ രാപ്പകലുകൾ ആരുടെ കൃതിയാണ്? ഉത്തരം വിഷ്ണു നാരായണൻ നമ്പൂതിരി. സംഗീതസാരം എന്ന സംഗീതശാസ്ത്ര ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? ഉത്തരം മാതംഗ മുനി. ആനിമൽ ഫാം എന്ന ആക്ഷേപഹാസ്യകൃതി രചിച്ചത് ആരാണ്? ഉത്തരം ജോർജ് ഓർവെൽ.
NP മുഹമ്മദിന്റെ ആദ്യ നോവൽ ഏതാണ്? ഉത്തരം മരം. ഏഴു ചുവട് എന്ന ബംഗാളി നോവലിന്റെ രചയിതാവ്? ഉത്തരം താരാശങ്കർ ബന്ദോപാധ്യായ. നാടകക്കളരി എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ്? ഉത്തരം ജി ശങ്കരപ്പിള്ള. ദി കൂലി, ദി അൺടച്ചബിൾ എന്നീ ഇംഗ്ലീഷ് കൃതികൾ രചിച്ചത് ആരാണ്? ഉത്തരം മുൽക്ക് സാജ് ആനന്ദ്. ബ്രഹ്മസൂത്രം രചിച്ചത് ആരാണ്? ഉത്തരം ബാദരായണൻ. RK ലക്ഷ്മണന്റെ ആത്മകഥയുടെ പേര്? ഉത്തരം ടണൽ ഓഫ് ടൈം. നരേന്ദ്രപ്രസാദ് രചിച്ച നാടകം? ഉത്തരം സൗപർണിക. അധ്യാത്മയുദ്ധം എന്ന കൃതിയുടെ കർത്താവ്? ഉത്തരം വാഗ്ഭടാനന്ദൻ. മലയാളത്തിലെ ആദ്യത്തെ ബോധധാര നോവൽ ഏതാണ്? ഉത്തരം സ്വർഗദൂതൻ. ദ റിയൽ ലൈഫ് മജീഷ്യൻ എന്ന ചെറുചിത്രം ആരുടെ കഥ പറയുന്നതാണ്? ഉത്തരം ഗോപിനാഥ് മുതുക്കാട്. ഒരു മലയാളി പ്രാന്തന്റെ ഡയറി എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഉത്തരം N പ്രഭാകരൻ. കാമസൂത്രം രചിച്ച സംസ്കൃത പണ്ഡിതൻ? ഉത്തരം വാത്സ്യായനൻ. ഗജേന്ദ്രകുമാർ മിത്ര രചിച്ച നോവൽ ഞാൻ ചെവിയോർത്തിരിക്കും എന്ന പേരിൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? ഉത്തരം MN സത്യാർത്ഥി. ഡയാന രാജകുമാരിയെപ്പറ്റി വളരെ വിവാദം സൃഷ്ടിച്ച നോവൽ അന്ന പാസ്റ്റർനാക്കും ക്യാപ്റ്റൻ ജെയിംസ് ഹെവിക്കും ചേർന്ന് എഴുതിയിട്ടുണ്ട്. ഏതാണ് ആ കൃതി? ഉത്തരം എ പ്രിൻസസ് ഇൻ ലവ്. പ്രശസ്ത സാഹിത്യകാരനായ NP മുഹമ്മദിന്റെ മകനും എഴുത്തുകാരനാണ്. ആരാണ് അദ്ദേഹം? ഉത്തരം NP ഹാഫിസ് മുഹമ്മദ്. KP അപ്പൻ ഏത് സാഹിത്യ ശാഖയിലാണ് പ്രധാനമായും വ്യാപൃതനായിരുന്നത്? ഉത്തരം സാഹിത്യ വിമർശനം. ചേലനാട്ട് അച്യുതമേനോന്റെ ആത്മകഥ? ഉത്തരം സ്മരണാഞ്ജലി. ലോക സാഹിത്യത്തിൽ പ്രസിദ്ധി നേടിയ ദി ഡെഡ് എന്ന ചെറുകഥയുടെ കർത്താവ്? ഉത്തരം ജെയിംസ് ജോയ്സ്. കാർ അപകടത്തിൽപ്പെട്ട് മരിച്ച വഴിയാത്രക്കാരന്റെ ചോരയിൽ ചവിട്ടി ആൾക്കൂട്ടം നിൽക്കെ മരിച്ചവന്റെ പോക്കറ്റിൽ നിന്നും പറന്ന 5 രൂപയിലായിരുന്നു എന്റെ കണ്ണ്. ആരുടെ വരികളാണ് ഇത്? ഉത്തരം എ അയ്യപ്പൻ. സപ്തശതകം രചിച്ചത് ആരാണ്? ഉത്തരം ഹാലൻ. അപകടം എന്റെ സഹയാത്രികൻ ഈ ഓർമ്മ പുസ്തകം രചിച്ചത് ആരാണ്? ഉത്തരം VK മാധവൻകുട്ടി. VS ഖണ്ഡക്കാർ രചിച്ച യയാതി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? ഉത്തരം P മാധവൻ പിള്ള. പറങ്കിപ്പടയാളി എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഉത്തരം സർദാർ KM പണിക്കർ. ഭാരത പര്യടനം ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്ന കൃതിയാണ്? ഉത്തരം നിരൂപണം. കോടതി ഭാഷ മലയാളത്തിലാക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമവകുപ്പ് ആരംഭിച്ച പ്രസിദ്ധീകരണം? ഉത്തരം നിയമധ്വനി. പുരോഗമന സാഹിത്യ സംഘത്തിന്റെ ആദ്യ പ്രസിഡന്റ്? ഉത്തരം വൈലോപ്പിള്ളി. നവഭാരത ശില്പികൾ എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം KP കേശവമേനോൻ. ഓടി വിളയാടു പാപ്പ എന്ന തമിഴ് ദേശഭക്തി ഗാനം രചിച്ചത് ആരാണ്? ഉത്തരം സുബ്രഹ്മണ്യ ഭാരതി. നവഗ്രഹ കൃതികൾ രചിച്ച സംഗീതജ്ഞൻ ആരാണ്? ഉത്തരം മുത്തുസ്വാമി ദീക്ഷിതർ. OV വിജയന്റെ പേരിന്റെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം ഓട്ടുപുലാക്കൽ വേലുക്കുട്ടി വിജയൻ. ബഷീർ, വിജയൻ, മമ്മൂട്ടി പിന്നെ മറ്റു ചിലരും ആരുടെ അനുഭവക്കുറിപ്പുകളാണ്? ഉത്തരം ജമാൽ കൊച്ചങ്ങാടി. ഭദ്രകാളിയുടെ ചരിത്രം ഭദ്രോൽപ്പത്തി എന്ന പേരിൽ മലയാളത്തിലും സംസ്കൃതത്തിലുമായി രചിച്ചത് ആരാണ്? ഉത്തരം T സുബ്രഹ്മണ്യൻ തിരുമുൻപ്. മലയാളത്തിലെ ആദ്യത്തെ ജീവചരിത്ര ഗ്രന്ഥം ഏതാണ്? ഉത്തരം നവഭാരത ശില്പികൾ. പുസ്തകത്തോളം നല്ല ഒരു ഗ്രഹോപകരണമില്ല. ആരുടെ വാക്കുകളാണ് ഇത്? ഉത്തരം സിഡ്നി സ്മിത്ത്. ശിവരാമ കാരാന്തിന്റെ ആദ്യ നോവൽ?
ഉത്തരം ദേവദൂതരു. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ബാലമാസിക. ഉത്തരം തളിര്. മധുരാപുരി, ഭീമസേനൻ, മായാമുരളി എന്നീ പ്രസിദ്ധ നോവലുകൾ രചിച്ചത് ആരാണ്? ഉത്തരം കുലപതി KM മുൻഷി. സിദ്ധാന്ത ശിരോമണി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? ഉത്തരം ഭാസ്കരാചാര്യർ. മലയാള ഭാഷയിൽ ആദ്യമായി ആത്മകഥ എഴുതിയത് ആരാണ്? ഉത്തരം വൈക്കത്ത് പാച്ചുമൂത്തത്. ദ ലാസ്റ്റ് ഗേൾ എന്നത് ആരുടെ ആത്മകഥയാണ്? ഉത്തരം നാദിയ മുറാദ്. പന്ത് പറഞ്ഞ കിസ്സ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഉത്തരം MM ജാഫർ ഖാൻ. ഓംചേരി എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ? ഉത്തരം N നാരായണപിള്ള. കറുപ്പ് വെയിൽ തിന്ന പക്ഷി, പ്രവാസിയുടെ ഗീതം എന്നിവ ആരുടെ കൃതികളാണ്? ഉത്തരം A അയ്യപ്പൻ. മുട്ടത്ത് വർക്കി അവാർഡ് നേടിയ മാവേലി മന്നം എന്ന കൃതി ആരുടേതാണ്? ഉത്തരം KJ ബേബി. മലയാളത്തിലെ ആദ്യ ബോധോദ്ധാര നോവലായ സ്വർഗദൂതൻ രചിച്ചത് ആരാണ്? ഉത്തരം പൂഞ്ഞിക്കര റാഫി. തിടമ്പ്, ഗൂർഖ എന്നിവ ഒരു പഴയകാല സിനിമാ താരത്തിന്റെ നോവലുകളാണ്. ആരാണ് അദ്ദേഹം? ഉത്തരം N ഗോവിന്ദൻകുട്ടി. ശ്രീകൃഷ്ണ കഥ പ്രതിപാദിക്കുന്ന കൃഷ്ണായനം എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം തുളസി കോട്ടുക്കൽ. വൈലോപ്പിള്ളിയുടെ സ്മരണയ്ക്കായി ഇവനെ കൊടി എന്ന കവിത രചിച്ചത് ആരാണ്? ഉത്തരം സച്ചിദാനന്ദൻ. കിരാതാർജുനീയം മഹാകാവ്യം ആരുടെ കൃതിയാണ്? ഉത്തരം ഭാരവി. രത്നാവലി രചിച്ചത് ആരാണ്? ഉത്തരം ഹർഷവർദ്ധനൻ.